This is another important question in 2018. 2018 question paper. What are the important characteristics of a good tax system? Characteristics of a good tax system. നല്ല ടാക്സിൻ്റെ പ്രധാനപ്പെട്ട സ്വഭാവങ്ങൾ എന്തൊക്കെയാണെന്ന്. അപ്പം നമ്മൾ വിച്ച് ആർ ദി ഇമ്പോർട്ടൻറ്റ് കാനൻസ് ഓർ പ്രിൻസിപ്പിൾസ് ഒക്കെ പഠിച്ചു. എന്തൊക്കെ പ്രധാന തത്വങ്ങളാണ് ഒരു ടാക്സിന് വേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെ കാനൻസ് ആണ് വേണ്ടത്. ഈ തത്വങ്ങളെ ബേസ് ചെയ്തുകൊണ്ട് വി ക്യാൻ അനലൈസ് വാട്ട് ആർ ദി ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഗുഡ് ടാക്സ് സിസ്റ്റം. ഒരു നല്ല ടാക്സ് ആണ് നമ്മൾ എങ്ങനെ തീരുമാനിക്കുക, എന്തൊക്കെ ഫീച്ചേഴ്സ് ആണ്, എന്തൊക്കെ സ്വഭാവങ്ങളാണ് അതിന് വേണ്ടത്. 5 പ്രധാന ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മളിവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതായത് ദ ഫസ്റ്റ് ഈസ് ദാറ്റ് ഫെയർനെസ് ഓർ ഇക്വിറ്റി, സെക്കൻഡ് ഈസ് ദാറ്റ് ആഡിക്വസി, തേർഡ് സിംപ്ലിസിറ്റി, ഫോർത്ത് ട്രാൻസ്പെറൻസി, and last is administrative ease. These are the 5 important characteristics of good tax system. അപ്പം ഒരു ടാക്സ് നല്ല ടാക്സ് ആണ് തീരുമാനിക്കണമെങ്കിൽ പ്രധാനപ്പെട്ട 5 സ്വഭാവങ്ങളാണ് ഫെയർനെസ്, ആഡിക്വസി, സിംപ്ലിസിറ്റി, ട്രാൻസ്പെറൻസി ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഈസ്. ഇനി ഓരോരുത്തരും എന്താണെന്ന് നോക്കാം. ദ ഫസ്റ്റ് ഈസ് ദാറ്റ് ഫെയർനെസ് ഓർ ഇക്വിറ്റി. ഫെയർനെസ് ഓർ ഇക്വിറ്റി ഷോസ് that is in the case of the tax burden or fairness in the tax collection. That is tax burden അതുപോലെ നമുക്ക് എന്ത് പറയാം, fairness in the tax. Everybody should pay fair in, that is fairness in the tax amount or taxing amount. Fairness in the tax burden on the amount collected by the government in an equity manner. The amount collected by the government in the form of equity manner. Equity means equal burden. Equity means equal burden. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ കണ്ടതാണ്. അതായത് ഇവിടെ ഫെയർനെസ് അല്ലെങ്കിൽ ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, ഇക്വിറ്റി ബേർഡൻ ഈക്വൽ ആകുക. അപ്പം നമ്മൾ തുല്യ എമൗണ്ടിൽ ടാക്സ് കൊടുക്കുക എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്. ദാറ്റ് ഇസ് ദ ബേർഡൻ ഓഫ് ടാക്സേഷൻ, ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് ഈക്വൽ ഓർ ഇക്വിറ്റി. സോ ഇൻ ദാറ്റ് കേസ് ഇക്വിറ്റി മെയിൻലി ക്ലാസിഫൈഡ് ഇൻടു 2. One is that horizontal equity. Another is that vertical equity. That one is that horizontal equity, another is that vertical equity. Upon equity, there is a tax burden, it considered as equal burden of taxation. This is mainly classified into 2. One is that horizontal equity, another is that vertical equity. ഒന്നുകിൽ നമുക്ക് എന്ത് പറയാം, ഹൊറിസോണ്ടൽ ഇക്വിറ്റി എന്നും, രണ്ടാമത്തേതിന് വെർട്ടിക്കൽ ഇക്വിറ്റി. ഹൊറിസോണ്ടൽ ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ if the individual belong to the same condition or similar condition, that is they tax similarly. That is if the individual belong to the similar situation or similar condition, they tax similarly. അതായത് വ്യക്തികൾ ഒരേ സാഹചര്യത്തിലാണ് ജീവിക്കുന്നതെങ്കിൽ, ഒരേ അവസ്ഥയിൽ കഴിയുന്ന ആൾക്കാരാണെങ്കിൽ ദ ടാക്സ് സിമിലർലി, അവരെ എന്ത് ചെയ്യുന്നു, സിമിലർ പേയ്മെന്റ് അല്ലെങ്കിൽ സിമിലർ എമൗണ്ട് ഓഫ് ടാക്സ് കൊടുക്കുക. ഒരേ സാഹചര്യത്തിൽ ജീവിക്കുന്ന ആൾക്കാരെ ഒരേ രീതിയിൽ ടാക്സ് ചെയ്യുക. അതിനാണ് ഇത് വിളിക്കുക ഹൊറിസോണ്ടൽ ഇക്വിറ്റി. വെർട്ടിക്കൽ ഇക്വിറ്റി ഷോ ദാറ്റ് ഇഫ് യു ബിലോങ് ടു ദ ഡിസിമിലർ സിറ്റുവേഷൻസ് or dissimilar condition, the tax dissimilarly. If you belong to the dissimilar situation or dissimilar condition, the tax dissimilarly or differently. വ്യത്യസ്ത സാഹചര്യങ്ങളിലാണ് ജീവിക്കുന്നതെങ്കിൽ അവരെ നമ്മൾ എന്ത് ചെയ്യുന്നു, വ്യത്യസ്ത എമൗണ്ട് ടാക്സ് ആയിട്ട് കൊടുക്കുന്നു. ഇതാണ് ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ. അതായത് ഈക്വൽ ബേർഡൻ ആയിരിക്കണം, മാത്രമല്ല അവര് ഒരു ഫെയർനെസ് ആയിരിക്കണം. അതായത് ഈച്ച് ഇൻഡിവിജ്വൽ ഷുഡ് പേ ഫെയർ ഇൻ എമൗണ്ട് ഓർ ഫെയർ എമൗണ്ട് ടു ദ ഗവൺമെന്റ്. അതായത് ന്യായമായ നല്ല എമൗണ്ട് കൊടുക്കുക. ഇപ്പൊ കഴിവുള്ള ആൾക്കാർ കൂടുതൽ എമൗണ്ട് ടാക്സ് കൊടുക്കുക, കഴിവ് കുറഞ്ഞ ആൾക്കാരെ അതിനനുസരിച്ച് കുറയ്ക്കുക. ഇനി ഇഫ് യു ബിലോങ് ടു ദ സിമിലർ സിറ്റുവേഷൻ, ഒരേ സാഹചര്യങ്ങളിൽ ജീവിക്കുന്ന ആൾക്കാരാണെങ്കിൽ സിമിലർ ടാക്സ് കൊടുക്കുക, അതായത് ഒരേ ഈക്വൽ എമൗണ്ട് ടാക്സ് കൊടുക്കുക. ഡിസിമിലർ സിറ്റുവേഷൻ ആണെങ്കിൽ ഡിഫറെന്റ് ടൈപ്പ് ടാക്സ് കൊടുക്കുക. അതാണ് ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ഇക്വിറ്റി. ഇതാണ് ഒന്നാമത്തെ പ്രധാന ക്യാരക്ടറിസ്റ്റിക്സ്. ദാറ്റ് ഇസ് ഫസ്റ്റ് ഈസ് ദാറ്റ് there is a fairness or equity. രണ്ടാമത്തെ ആള് ആഡിക്വസി. നമ്മൾ പലതവണ കേൾക്കുന്നതാണ് എന്താണ് ആഡിക്വസി. ആഡിക്വസി ഷോസ് that taxing amounts this is adequate to meet the needs of the people.
taxing amount, this is adequate or enough to meet the needs of the society. To meet the needs of the society. അത് ടാക്സിങ് എമൗണ്ട്, സർക്കാർ ഈടാക്കുന്ന ടാക്സിങ് എമൗണ്ട് എങ്ങനെയായിരിക്കണം? ദിസ് ഇസ് സഫീഷ്യൻറ്റ് ഓർ ഇനഫ്. അത് സഫീഷ്യൻ്റ് ആയിരിക്കണം അല്ലെങ്കിൽ ഇനഫ് ആയിരിക്കണം ടു മീറ്റ് ദ നീഡ്സ് ഓഫ് ദ സൊസൈറ്റി. സൊസൈറ്റിയുടെ ആവശ്യങ്ങളെ നിവൃത്തീകരിക്കുന്ന രീതിയിലുള്ള എമൗണ്ട് സർക്കാരിന് കിട്ടിയിരിക്കണം. അതാണ് ആഡിക്വേറ്റ് ആയിരിക്കണം എന്ന് പറയുന്നത്. അതായത് ഇറ്റ് ഷോ ദാറ്റ് ദ ടാക്സിങ് എമൗണ്ട് ഓർ ദ എമൗണ്ട് ഓഫ് ടാക്സ് ഇറ്റ് ഷുഡ് ബി ഇങ്ങനെയാണ് സഫീഷ്യൻറ്റ് ഓർ ആഡിക്വേറ്റ് ടു മീറ്റ് ദ നീഡ്സ് ഓഫ് ദ സൊസൈറ്റി ഓർ ടു മീറ്റ് ദ നീഡ്സ് ഓഫ് ദ എക്സ്പെൻഡിച്ചർ. ഇത് നീഡ്സ് അല്ലെങ്കിൽ എന്ത് ചെയ്യണം? നീഡ്സിനെ മീറ്റ് ചെയ്യാൻ പറ്റത്തക്ക രീതിയിൽ ഒരു സമുദായത്തിന്റെ ആവശ്യങ്ങൾ നിവൃത്തീകരിക്കാനും സാധിക്കണം, അല്ലെങ്കിൽ പബ്ലിക് എക്സ്പെൻഡിച്ചർ മീറ്റ് ചെയ്യാനായിട്ട് സാധിക്കണം. ഇതാണ് adequacy. That's amount should be adequate. The taxing amount adequate to meet the needs of the society. That's second important characteristic. And third is that simplicity. ലളിതമായിരിക്കണം. That is the taxpayer and tax authority. They are very simple. That or they got is information about the tax. This is very simple. Information to the taxpayer and the taxing authority. They are very simple. അതായത് ഇവരുടെ ടാക്സിംഗ് അതോറിറ്റിക്കും അതുപോലെ തന്നെ ടാക്സ് പെയറിനും they can find the information. അവർ ഇൻഫോർമേഷൻ ചൂസ് ചെയ്യുന്നത്, അറിയുന്നത് they are very simple ആയിരിക്കണം. അതായത് that is which is the time for collecting the tax. That is which tax, അതായത് what kind of tax, ഏത് ടാക്സുകളാണ്, ഏതാണ് ബെസ്റ്റ് ടൈം ടു ഇമ്പോക്ക് ദ ടാക്സ്. At the same time, that is tax laws are very simple, and information about the tax, this also may be very easy and very simple. Information about the tax, it is simple. Then the taxpayer and taxing authority, they can find the information very simple manner. Then the time of payment and what kind of tax, this is very easy and very simple. അതായത് ഏതൊക്കെ ടാക്സുകളാണ്, what type of tax and which is the situation or what is the condition, which condition or which circumstances to impose the tax. ഏത് സാഹചര്യത്തിലാണ് ടാക്സ് ഇമ്പോസ് ചെയ്യേണ്ടത്, ഏതാണ് ഏറ്റവും നല്ല സാഹചര്യം, ഏറ്റവും നല്ല കണ്ടീഷൻ ഏതാണ്. ഇപ്പൊ അന്ന് ക്ലാസ്സുകളിൽ ഞാൻ പറഞ്ഞു ഹാർവെസ്റ്റിംഗ് ടൈമിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അഗ്രികൾച്ചർ ടാക്സ് ഇമ്പോസ് ചെയ്യേണ്ടത്. ദാറ്റ് ഇസ് ദ ബെസ്റ്റ് ടൈം. അപ്പോൾ നല്ല സമയം ഏതാണ്, വിച്ച് ഇസ് ദ മെത്തേഡ് ടു അഡോപ്റ്റ് ദ ടാക്സ്, ഏത് മെത്തേഡാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്, ഏതൊക്കെ രീതി ഏത് രീതിയിലുള്ള വാട്ട് കൈൻഡ് ഓഫ് ടാക്സ്, ഏതൊക്കെ ടാക്സുകളാണ് നമ്മൾ അഡോപ്റ്റ് ചെയ്തത്, അത് വളരെ സിമ്പിൾ ആയിരിക്കണം. മാത്രമല്ല ദർ ഇസ് ഇൻഫോർമേഷൻ ടു ദ ടാക്സ് പെയർ ആൻഡ് ടാക്സിംഗ് അതോറിറ്റി. ദിസ് ഇസ് വെരി സിമ്പിൾ. ടാക്സിംഗ് അതോറിറ്റിക്കും ടാക്സ് പെയറിനും അവർക്ക് കിട്ടുന്ന അറിവുകൾ വളരെ സിമ്പിൾ ആയിരിക്കണം. അതിലെ ലോസ് ഒന്നും കോംപ്ലിക്കേറ്റഡ് ആക്കാനായിട്ട് പാടില്ല. That is the third important characteristic, simplicity. And fourth is that transparency. There is no secret which are that is all the laws and all the taxing system and all the information related to the tax. This is more transparent. Information to the taxpayer, this is more transparent. കേട്ടോ, അത് ട്രാൻസ്പെറൻറ്റ് എന്ന് പറഞ്ഞാൽ ദർ ഇസ് നോ ഹിഡൻ ഇൻഫോർമേഷൻ ഓർ ദർ ഇസ് നോ കൺസീൽഡ്. കേട്ടോ, കൺസീൽഡ് എബൌട്ട് ദ ടാക്സ് സിസ്റ്റം. കൺസീൽഡ് മീൻസ് ഇതിന് യാതൊരു ഒളിച്ചുകളിയുടെ ആവശ്യമില്ല. ടാക്സ് എന്ന് പറഞ്ഞാൽ ഒരു തുറന്ന പുസ്തകമായിരിക്കണം. ടാക്സ് സിസ്റ്റം ഇറ്റ് ഈസ് മോർ ട്രാൻസ്പെറൻറ്റ് ടു ദ ടാക്സ് പെയർ ആൻഡ് ടാക്സിംഗ് അതോറിറ്റി. രണ്ടു കൂട്ടർക്കും ഇത് ട്രാൻസ്പെറൻറ്റ് ആയിരിക്കണം. അതിൽ ഒരു ഹിഡൻ ഇൻഫോർമേഷൻ പാടില്ല, കൺസീൽമെന്റ് ഒളിഞ്ഞ്. അത് ടാക്സ് സിസ്റ്റം ഒരിക്കലും ഒരു കൺസീൽഡ് ക്യാരക്ടർ ഉണ്ടാകാൻ പാടില്ല. അത് ഏതവസ്ഥയിലാണ്, എത്ര എമൗണ്ട് ആണ്, ആരാണ് കൊടുക്കേണ്ടത്, ഏത് സമയത്ത് കൊടുക്കണം എന്നുള്ളത് ഇരു കൂട്ടർക്ക് ധാരണയുണ്ടാകണം. നോട്ട് ഓൺലി ദ ടാക്സിംഗ് അതോറിറ്റി ബട്ട് ഓൾസോ ദ ടാക്സ് പെയർ, ദേ ആർ വിജിലന്റ് അബൌട്ട് ദ ടാക്സ്. സോ മോർ ട്രാൻസ്പെറൻറ്റ്. കള്ളത്തരം വരുമ്പോഴാണ്, ഇപ്പം നമുക്കറിയാം കള്ളത്തരം വരുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുക, പലപ്പോഴും എങ്ങനെയാണ് ടാക്സിൽ നിന്ന് ഇവേഡ് ചെയ്യുക അല്ലെങ്കിൽ എസ്കേപ്പ് ചെയ്യാൻ നോക്കുക. ട്രാൻസ്പെറന്റ് ആണെങ്കിൽ അവിടെ എന്തിന്റെ ആവശ്യമില്ല, ഇവേഷന്റെ ആവശ്യമില്ല. സോ ദിസ് ഇസ് മോർ ട്രാൻസ്പെറന്റ്, ഓപ്പൺ ടു ഓൾ. എല്ലാവർക്കും വ്യക്തമാക്കുന്ന രീതിയിൽ ഓപ്പൺ ആയിരിക്കണം ടാക്സ് സിസ്റ്റം. ദിസ് ഇസ് ഓപ്പൺ ടു ഓൾ, നോട്ട് ഓൺലി ദ ടാക്സ് അതോറിറ്റി ബട്ട് ഓൾസോ ദ ടാക്സ് പെയർ. അങ്ങനെ വരുമ്പോൾ ഇറ്റ് പ്രൊവൈഡ് സം
here there is a confidence in the minds of the taxpayer. ടാക്സ്പെയറിന്റെ എന്താണ് അവരുടെ മനസ്സിലെ കോൺഫിഡൻസ് കൊടുക്കും. കാരണം സർക്കാരിന്റെ നിലപാടിൽ യാതൊരു ഒളിച്ചുകളികളും ഇല്ല. സർക്കാർ ഈടാക്കുന്ന ടാക്സ് ഇതിൽ യാതൊരു കൺസീൽഡ് അല്ലെങ്കിൽ ഹിഡൻ ഏരിയ ഇല്ല. എല്ലാം ഓപ്പൺ ആണ്, ട്രാൻസ്പെറന്റ് ആണ്. അതുകൊണ്ട് എത്ര എമൗണ്ട്, ദ എമൗണ്ട് ഓഫ് പേയ്മെന്റ്, ദ മാനർ, ദ മെത്തേഡ്, വാട്ട് കൈൻഡ് ഓഫ് ടാക്സ്, thus all informations are there, very open or open to all. That is fourth important characteristic. And last is that administrative ease. That is administration, this is very easy. And it means anayasam. Administration easy, and that's the cost of administration. This is very cost of administration. This is very simple and less. The cost of administration keep as minimum. The cost of administration keep as minimum. അതായത് നമ്മൾ ടാക്സിന് ചെലവാക്കുന്ന ചെലവ് ദിസ് കീപ് ആസ് മിനിമം, അതായത് പരമാവധി കുറയ്ക്കുക. ടാക്സ് കളക്ട് ചെയ്യുമ്പോൾ എ ലാർജ് നമ്പർ ഓഫ് ഓഫീസേഴ്സ് ആർ അപ്പോയിന്റഡ് ബൈ ദ ഗവൺമെന്റ് ടു ഡു ദ ടാക്സ് സിസ്റ്റം. ടു അവോയ്ഡ് ദിസ്, അവോയ്ഡ് അൺനെസസറി ഓഫീസേഴ്സ്, അതായത് ഒരു നിര തന്നെ ഓഫീസേഴ്സിനെ അപ്പോയിന്റ് ചെയ്യും ടാക്സ് സിസ്റ്റം അതായത് ശരിയായ രീതിയിൽ നടത്താൻ. ഇങ്ങനെ വരുമ്പോൾ അഡ്മിനിസ്ട്രേഷൻ സെറ്റപ്പിൽ തന്നെ കൂടുതൽ എമൗണ്ട് ഇത്തരത്തിലുള്ള ഓഫീസേഴ്സിന് കൊടുക്കേണ്ട ഗതികേട് വരുന്നു. ഇതുകൊണ്ട് 10 രൂപ ടാക്സിൽ കൂടെ വാങ്ങിച്ചിട്ട് 9 രൂപയും ഇത്തരത്തിലുള്ള ടാക്സിങ് എന്താണ് ഓഫീസേഴ്സിന് ശമ്പളമോ പെൻഷനായിട്ട് കൊടുക്കുകയാണെങ്കിൽ സർക്കാരിന്റെ ഖജനാവിലോട്ട് ഒന്നും വരാനായിട്ട് നിർവാഹമില്ല. അതുകൊണ്ട് ടു കീപ് ദ അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ് ആസ് മിനിമം, അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ് പരമാവധി കുറയ്ക്കുകയാണെങ്കിൽ ദിസ് മേ ഇൻക്രീസ് ദ increase the income to the government treasury or government, that is it increase the government അല്ലെങ്കിൽ increase the government revenue, സർക്കാരിന്റെ റവന്യൂ കൂട്ടാനായിട്ട് സാധിക്കും. അതായത് to keep the administrative cost as minimum, it increase the revenue of the government, സർക്കാരിന്റെ റവന്യൂ കൂട്ടാനായിട്ട് സാധിക്കും. These are the 5 important good characteristics or 5 important characteristics of good tax. One is that it is more equity and fairness. Second is that adequacy. Third, simplicity. Fourth, transparency. And last is that administrative ease. These are the 5 important characteristics or features of a good tax system. ഇത് 2018 ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടതാണ്. അതുകൊണ്ടാണ് ഞാനിവിടെ പ്രസന്റ് ചെയ്തത്.